പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയും രേവതിയും ഈ പ്രശ്നം അവരുടെ തലയിലാകാതിരിക്കാനുള്ള പ്രയത്നത്തിലാണ്. അനാമിക മോൾക്ക് ദേവേടത്തിയെ എന്ത് ഇഷ്ടമാണെന്നോ. ദേവേടത്തിയുടെ ഈ അവസ്ഥ കണ്ട് അനാമിക മോൾ ഉറക്കം പോലും ഇല്ലാതെ എപ്പോഴും സങ്കടത്തിൽ തന്നെയാണ്. ആ നയന കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് രേവതി ദേഷ്യത്തോടെ തന്നെ പറയുകയാണ്. രേവതിയുടെ വാക്കുകൾ കേട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ നവ്യ പറയുകയാണ്, നയന പാല് കാച്ചിയത് ശരിയാണ്, പക്ഷെ അത് കാച്ചിയത് എനിക്ക് വേണ്ടിയായിരുന്നു. പാല് ചൂടാറട്ടെ എന്ന് കരുതി റൂമിൽ പോയ നയന തിരിച്ചു വന്നപ്പോൾ ആ പാൽ അവിടെ കണ്ടില്ല. പക്ഷെ ആ പാലാണ് വല്യമ്മ എടുത്ത് കുടിച്ചത്. ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വിഷം കലർന്ന പാൽ എൻ്റെ ചേച്ചി എനിക്ക് തരില്ല എന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചെയ്ത ചില ആളുകൾക്ക് ടെൻഷനും വെപ്രാളവും ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് നവ്യ. ആ സമയം മുത്തശ്ശൻ പറയുകയാണ്, ദേവ്യാനിക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചു, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പാല് കുടിച്ചിട്ടാണോ അതും അറിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ കാരണങ്ങൾ അറിയാതെ ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. ഈ വീട്ടിൽ എനിക്ക് സമാധാനം വേണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. എങ്ങനെയുണ്ട് മോനെ അമ്മയ്ക്ക് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. കുഴപ്പമൊന്നുമില്ല എന്ന് ആദർശ് തല താഴ്ത്തിക്കൊണ്ട് പറയുകയാണ്. ആദർശ്, നിനക്ക് എന്താണ് ഇത്ര വിഷമം? ദേവ്യാനിക്ക് എന്താണ് പറ്റിയത്? എന്തു തന്നെയായിരുന്നു തുറന്നു പറ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അമ്മ ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ പാല് കുടിച്ചതാണ് പ്രശ്നമായത്. ആ പാലിൽ മാരകമായ വിഷം കലർന്നിട്ടുണ്ട്. അത് കേട്ടതും രേവതി, ആ പാല് കാച്ചി വെച്ചത് നിന്റെ ഭാര്യ നയനയാണ്. പാല് കാച്ചി എന്ന് വിചാരിച്ച് വിഷം കലർത്തിയത് അവളാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ്. അവൾ വന്ന കാലം മുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവളാണ്. ഇതുവരെ ആർക്കും എൻ്റെ ഭാര്യ വിഷം വിളമ്പി. അപ്പോൾ നമ്മെ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തവരാണ് ഈ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ ചുമത്താൻ നോക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് 2 പേരോടും പറയുന്നുണ്ട്, വ്യക്തമായ തെളിവുകളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരാൻ നോക്കണ്ട എന്ന്. വീട്ടിലെ ഒരാൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്. അവിടെ ഞാനെയും അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് അവരുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇപ്പോൾ തന്നെ പോകും എന്നൊക്കെ പറയുകയാണ്. എന്നൊക്കെ പറഞ്ഞ് ആദർശ് അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് രേവതി പറയുകയാണ്, എൻ്റെ സാറേ, എനിക്ക് എൻ്റെ മോളെ ഇവിടെ നിർത്താൻ പേടിയാണ്. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമോ എന്ന് വിചാരിച്ച് എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, രേവതിക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അനിയുടെ സമ്മതത്തോടെ നിൻ്റെ മോളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നുണ്ട്. ആ സമയം അനാമികയാണെങ്കിൽ ആകെ വിഷമത്തോടെ പറയുകയാണ്, മുത്തശ്ശ, അമ്മയ്ക്ക് എന്തൊക്കെയോ ടെൻഷനും പേടിയൊക്കെയായി, അതുകൊണ്ടാണ് അമ്മ എങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് അമ്മ പറഞ്ഞത് മുത്തശ്ശൻ വലിയ കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പോകാനൊരുങ്ങുകയാണ്. അന്നേരം രേവതി പറയുകയാണ്, എനിക്ക് ആകെ പേടിയായിപ്പോയി, അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുകയാണ്, ആരും പേടിച്ചൊരു വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ട് നവ്യയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. അന്നേരം അനാമികയ്ക്കാണെങ്കിൽ പണി പാളിപ്പോയി എന്നിങ്ങനെ മനസ്സിലായി വരികയാണ്. അമ്മയ്ക്ക് അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, മുത്തശ്ശൻ കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ റൂമിലെത്തിയ അനാമിക അനിയുടെ അടുത്ത് നിന്ന് പറയുകയാണ്, എടാ, ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിന്റെ വല്യമ്മയാണ്. നീയല്ലേ പറയാറുള്ളത് നിന്റെ അമ്മയേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചത് വല്യമ്മയാണെന്ന്. എന്നിട്ട് വല്യമ്മയോട് അത്രയും വലിയ ക്രൂരത ചെയ്ത അവളോട് അനി ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അനി പറയും, നീ ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഏട്ടത്തിയുടെ കാര്യമാണോ? ഏട്ടത്തി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, നീ ചെയ്താലും ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് അനി. അന്നേരം അനാമിക പറയും, അവരെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് വലിയ വിഷമമല്ലേ, അത് നിന്റെ കാമുകിയുടെ ചേച്ചി ആയതുകൊണ്ടല്ലേ. അപ്പോൾ അനി, അതെ, നന്ദുവിൻ്റെ ചേച്ചി തന്നെയാണ് അവർ, പക്ഷേ ഞാൻ അവരെ സ്നേഹിക്കുന്നത് എൻ്റെ ഏട്ടത്തിയായിട്ടാണ്. അവരെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഏട്ടനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നിട്ടും അവരെ ഏട്ടൻ സ്നേഹിക്കാൻ കാരണം അവരുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഏട്ടത്തിയെ ഒരിക്കലും സംശയിക്കില്ല എന്ന് അനി പറയുന്നുണ്ട്. ആ സമയം അനാമിക പറയും, അവരുടെ ഹണിമൂൺ മുടക്കിയത് വല്യമ്മയാണ്. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി വല്യമ്മയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം പാലിൽ വിഷം കലർത്തിയതാണ് അവർ. ഞാൻ ഒരിക്കലും ഏട്ടത്തിയെ സംശയിക്കില്ല, ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീയും നിന്റെ അമ്മയും ഇവിടെ വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അപ്പോൾ അനാമിക, ഞാൻ വരുന്നതിന് മുമ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനി, ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. കാരണം അപ്പച്ചിയും അബിയുമാണ്. നിന്നെ പോലെ തന്നെ മോശമായ സ്വഭാവമാണ് അപ്പച്ചിക്കും അബിക്കും. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷെ നീ വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞ് അനി പോകാൻ നേരത്ത് വീണ്ടും അനാമികയുടെ അടുത്തേക്ക് തിരിഞ്ഞ് പറയുകയാണ്, വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനാമിക പറയും,
അത് അങ്ങനെ തന്നെയല്ലേ നടക്കുകയുള്ളൂ. ഇവിടെയുള്ള ആണുങ്ങളുടെ എല്ലാം പിരി പോയതല്ലേ. അപ്പോൾ അനി പറയുന്നുണ്ട്, പിരി പോയ ആൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്, അത് വേണു എന്ന് പറയുന്ന ആളാണ് എന്നൊക്കെ പറയുകയാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, നിന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ നിനക്ക് ഉള്ളിൽ കൊണ്ടുവല്ലേ. അന്നേരം അനി പറയുന്നുണ്ട്, എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും. ഇവിടെ മോശമായി നടക്കുന്നത് അബിയുടെ അമ്മയും മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം നന്നായിട്ട് തന്നെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പൊള്ളും, ഞാൻ തിരിച്ചും പറയും എന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം നവ്യയെ കനക വിളിക്കുന്നുണ്ട്. കനക വലിയ സന്തോഷത്തിലാണ്. കാരണം അഭി നവ്യയെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. ആ കാര്യങ്ങളെല്ലാം നവ്യയോട് ചോദിക്കുകയാണ് കനക. നവ്യയാണെങ്കിൽ കനക പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, വേറെ ഒന്നും പറയുന്നില്ല. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്, നയന അവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനക. അന്നേരം ദേവിയാനിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും നവ്യ പറയുന്നില്ല. നയന റൂമിലുണ്ട് എന്നൊക്കെ പറയുകയാണ് നവ്യ. ഞാൻ അവളെ ഒന്ന് അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. അവളുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. നിന്റെ സ്വഭാവം കാലാവസ്ഥ മാറുന്നത് പോലെ മാറും, അതുകൊണ്ട് മുൻപത്തെ പോലെ നീ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറയുകയാണ് കനക. നിന്റെ ഭർത്താവ് സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് 100 ഇരട്ടിയായി തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് കനക. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഫോൺ വെക്കുകയാണ്. ആ സമയത്താണ് റൂമിലേക്ക് അഭി വരുന്നത്. എന്നിട്ട് അഭി പറയുകയാണ്, കണ്ടോ നിന്റെ അനിയത്തി നിനക്ക് തരാൻ വെച്ചിരുന്ന പാലാണ് ഇന്നലെ വല്യമ്മ എടുത്ത് കുടിച്ചത്, അതുകൊണ്ടാണ് വല്യമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നെ കൊല്ലാൻ വേണ്ടി അവൾ എന്തോ ചെയ്തിട്ടുണ്ട്, എനിക്കിത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് അഭി. അന്നേരം നവ്യ പറയുകയാണ്, എൻ്റെ അനിയത്തി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൾ കാച്ചി വെച്ച പാലിൽ ആരോ വിഷം കലർത്തിയതാണ്. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തോ ഒരു ഭാഗ്യം എൻ്റെ കുഞ്ഞിനുണ്ടായത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുകയാണ് നവ്യ. അന്നേരം അഭി പറയുന്നുണ്ട്, അതൊന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല, നിന്റെ അനിയത്തി ഒന്നാന്തരം ഫ്രോഡാണ്, അവൾ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അന്നേരം നവ്യ ചോദിക്കുക, നിന്റെ സ്വഭാവത്തിന് എന്താണ് ഇപ്പോൾ ഒരു മാറ്റം? ഇന്നലെ വരെ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പെരുമാറിയത്, വളരെ സ്നേഹത്തോടെ ആയിരുന്നല്ലോ, ഇപ്പോൾ നിനക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആത്മാർത്ഥമായ സ്നേഹം തന്നെയായിരുന്നു നിന്നോട്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സങ്ങ് മടുത്തു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അഭി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അഭി അവിടെ നിന്ന് പോകുമ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട്. മുത്തശ്ശി ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് വന്ന് പറയുകയാണ്, അച്ഛനും അമ്മയും ഇതൊന്നും കാണുന്നില്ലേ, ഇവിടെ ഒരാൾ മാല ഇട്ടിട്ടുണ്ട്, ആ വിചാരം ഒരുത്തിക്കില്ല, ഇപ്പോഴും കൊഞ്ചി കുഴഞ്ഞു നിൽക്കുകയാണ്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേറെ ആരെക്കുറിച്ചുമല്ല, ഞാൻ എൻ്റെ മകനെ കുറിച്ചാണ് പറഞ്ഞത്, നിന്നെക്കൊണ്ട് അത് നിർത്തിക്കാൻ പറ്റില്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുകയാണ്, എൻ്റെ മോനോട് എനിക്ക് പറയാം, പക്ഷെ മരുമകളോട് അത് പറഞ്ഞ തല കൊഴിയില്ലേ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് തന്നെ അഭിയും അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ്, കേട്ടോടോ അഭി, നിന്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ചൊരു പരാതിയുണ്ട്, നീ നവ്യ വ്രതം തെറ്റിച്ച് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് നിന്റെ അമ്മ പറയുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. ആ സമയത്ത് നവ്യ പറയുകയാണ്, കാര്യമുണ്ട് മുത്തശ്ശ, ഇവ ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നത്, അതുകൊണ്ട് ഇവ വ്രതം നോറ്റ കാര്യമല്ല ഞാൻ മറന്നുപോയി എന്നൊക്കെ പറയുകയാണ് നവ്യ. അന്നേരം മുത്തശ്ശി പറയുക, സ്നേഹിച്ച് ജീവിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷെ ഒരു വ്രതം നോറ്റി നിൽക്കുന്ന സമയത്ത് അതൊന്നും ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനോട് മാപ്പ് പറയണം എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നിൽക്കുകയാണ്. ആ സമയത്ത് അഭി ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇവർ മാത്രമല്ല വേറെയും ചിലരുണ്ടല്ലോ ഇവിടെ, അവരും കൊഞ്ചി കുഴഞ്ഞ് നടക്കുകയാണ്, അവരെ നിങ്ങളാരും കാണുന്നില്ല എന്നൊക്കെ പറയുകയാണ് ജലജ. അന്നേരം മുത്തശ്ശൻ ചോദിക്കുകയാണ്, ആരെക്കുറിച്ചാണ് നീ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേറെ ആരെക്കുറിച്ചാണ്, ആ നയനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്നേരം മുത്തശ്ശൻ പറയുകയാണ്, നവ്യയുടെ അനിയത്തിയാണ് നയന, പക്ഷെ നവ്യയേക്കാൾ പക്വതയുണ്ട് നയനയ്ക്ക്, അതുകൊണ്ട് അവളെക്കുറിച്ച് എനിക്കൊരു പേടിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അതുകൊണ്ട് നീ നിന്റെ മരുമകളുടെ കാര്യം നോക്കിയാൽ മതി, നയനയുടെ കാര്യം നീ നോക്കാൻ നിൽക്കണ്ട. ജലജയാണെങ്കിൽ ആ പ്ലാനും പാളിപ്പോയതിൻ്റെ ചമ്മലിൽ നിൽക്കുകയാണ്. പിന്നീട് നവ്യയും നയനയും പുറത്തു വെച്ച് കാണുകയാണ്. നവ്യ നയനയോട് പറയുകയാണ്, വല്യമ്മ ഈ അവസ്ഥയിലെത്താൻ കാരണം നീയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്, നീയാണ് ആ പാലിൽ വിഷം കലർത്തിയത് എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്, അത് നീയല്ല ചെയ്തത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നവ്യ പറയുന്നുണ്ട്. ഞാൻ ചേച്ചിയോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ നയന പറയുന്നുണ്ട്. മാത്രമല്ല ഞാൻ ആ പാലെടുത്ത് വെച്ചതും അമ്മയ്ക്ക് വേണ്ടിയല്ല, ആദർശേട്ടനും അച്ഛനും ഒന്നും എന്നെ സംശയമില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. അന്നേരം നവ്യ പറയുകയാണ്, ഇത് ചെയ്തവർ തന്നെയാണ് ആ പഴി നിന്റെ തലയിലാക്കാൻ നോക്കുന്നത്, എന്നെ കൊല്ലാൻ ഒരൊറ്റ ഉദ്ദേശം വെച്ചിട്ടാണ് നീ കാച്ചി വെച്ച പാലിൽ അവർ വിഷം കലർത്തിയത്. അന്നേരം ഞാൻ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ആരെയാണ് സംശയം? അപ്പോൾ നവ്യ പറയുകയാണ്, എനിക്ക് സംശയം എൻ്റെ ഭർത്താവിനെ തന്നെയാണ്, എൻ്റെ ഭർത്താവ് കുറച്ച് ദിവസമായിട്ട് എന്നോട് വല്ലാതെ സ്നേഹം കാണിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹത്തോടെ പെരുമാറുകയും പുറത്തു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു, പക്ഷെ ആ സ്നേഹത്തിന് ഇപ്പോൾ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നവ്യ. അന്നേരം ഞാൻ പറയുകയാണ്, അബിയുടെ കാര്യമായത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെയും സംഭവിക്കാം, അബിയും അവൻ്റെ അമ്മയുമല്ല ഇത് ചെയ്തതെങ്കിൽ എനിക്ക് സംശയം അനാമികയും അവളുടെ അമ്മയുമാണ്, അവർ അത്ര നല്ല ആളുകളൊന്നുമല്ല. ഈ ദിവസം പായസത്തിൽ അവർ നല്ലൊരു പണി തന്നു,
ആ പണിയാണ് അവർക്ക് ഞാൻ തിരിച്ചു കൊടുത്തത്. ഞാൻ പാത്രം മാറ്റി വെച്ചു. അതിൻ്റെ ദേഷ്യം അവർക്ക് എന്നോട് നല്ലോണമുണ്ട്. ചിലപ്പോൾ ആ ദേഷ്യം തീർക്കാനും അവർ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാവും. അവരങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവരതല്ല, അതിനപ്പുറവും അവർ ചെയ്യും. അവരെക്കുറിച്ച് ഞാൻ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് നവ്യ. ഞാൻ പറയുന്നുണ്ട്, എന്നെ ആദർശേട്ടനും അച്ഛനും ഒന്നും സംശയിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുമില്ല. പിന്നീട് ഹോസ്പിറ്റൽ ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടർ ആദർശിനോട് പറയുകയാണ്, ദേവയാനിയുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. വിഷ ശരീരത്തിൽ മൊത്തം വ്യാപിച്ചു. ഉടനെ തന്നെ ബ്ലഡ് മാറ്റണം. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, ബ്ലഡ് മാറ്റിയാൽ അമ്മയുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിൽ എത്തുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഡോക്ടർ പറയുകയാണ്, അത് പറയാൻ പറ്റില്ല, ഓർഗൻസിനെല്ലാം ബാധിച്ചു കഴിഞ്ഞു. എന്നാൽ കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് കരളിനും വൃക്കയ്ക്കും ഒന്നും ബാധിക്കാത്തത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ജയൻ പറയുകയാണ്, ഞാൻ ദേവയാനിയോട് സംസാരിച്ചു. അന്നേരം വിഷം കഴിച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലായി. പാലിനകത്ത് ആരോ വിഷം കലർത്തിയിട്ടുണ്ട്. മനഃപൂർവ്വം കൊല്ല എന്നൊരൊറ്റ ഉദ്ദേശം വെച്ച് വീട്ടിൽ നിന്ന് ആരോ ചെയ്തതാണ് എന്നൊക്കെ പറയുകയാണ് ജയൻ. അന്നേരം ഡോക്ടർ ചോദിക്കുകയാണ്, അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും? അന്നേരം ജയൻ പറയുകയാണ്, എനിക്ക് ഇത് ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ്, അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. അന്നേരം ഡോക്ടർ പറയുകയാണ്, അനന്തപുരി തറവാടിന് മോശമായ രീതിയിൽ ഒരു കാര്യവും ഞങ്ങൾ പുറത്തു വിടില്ല, അത് മാത്രമേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ എന്ന് പറയുകയാണ് ജയൻ. പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ട്, ബ്ലഡ് മാറ്റി കഴിഞ്ഞാൽ അമ്മയുടെ അസുഖം ഭേദമാകുമോ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല, ബ്ലഡ് മാറ്റിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് ഡോക്ടർ.